സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 4 കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഇങ്ങനെ കോട്ടൺ ഹെക്കോബ പോലത്തെ ഒരു ഡിസൈനും അതിൽ ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേണും ആണ് വന്നിരിക്കുക. യോക്കും ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കളേഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ലെവൻഡർ ഷെയ്ഡ്. ഇതിൽ നോക്കുമ്പോൾ അത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് വന്നിരിക്കുക. അതിൽ ഒരു ബ്ലോക്ക് പ്രിന്റഡ് സ്റ്റൈൽ കോട്ടൺ ഹെക്കോബ സ്റ്റൈലിൽ ഇങ്ങനെ വെർട്ടിക്കൽ പാറ്റേണിൽ ആ ഒരു കുഞ്ഞു കുഞ്ഞു കട്ട് വർക്കും യോക്കിൽ ഇതുപോലെ ഓഫ് വൈറ്റ് ഷെയ്ഡിന്റെ അതിൽ കോട്ടൺ ഹെക്കോബ വർക്കും ബ്ലോക്ക് പ്രിന്റും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുക. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ലെവൻഡർ ടോൺ, ലെവൻഡറും വൈറ്റിനും കോമ്പിനേഷൻ. ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിൽ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ ബ്ലോക്ക് പ്രിന്റ്. ഇത് ദുപ്പട്ട. ദുപ്പട്ടയിൽ വരുമ്പം ഷിഫോൺ ദുപ്പട്ടയിൽ ബ്രഷ് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ബോർഡറിൽ വരുമ്പോൾ ടോപ്പിന്റെ അതേ ഫാബ്രിക് തന്നെ പാച്ച് വർക്ക് ആയിട്ട് കൊടുത്തേക്കുന്നുണ്ട്. അതിലും ബ്ലോക്ക് പ്രിന്റിങ് കൊടുത്തേക്കുന്നു. ലൈറ്റ് ആയിട്ട് ബോർഡേഴ്സിൽ ലേസ് പാച്ചും കൂടെ വരുന്നുണ്ട്. ഒരു വെറൈറ്റി പാറ്റേണിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തേക്കുക. 2 ബോർഡേഴ്സിനും സെയിം ടോപ്പിന്റെ ഫാബ്രിക് കൊടുത്തേക്കുന്നത്. ഷിഫോൺ ദുപ്പട്ട, കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഗ്രീനിന്റെ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ടോൺ ആണ്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. അതായത് അല്ലെങ്കിൽ കളർ ഗാർഡൊക്കെ വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. ഇത് പ്യുവർ ആയതുകൊണ്ടാണ്, പ്യുവർ കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ടാണ് മാക്സിമം ഡ്രൈ ക്ലീൻ തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുക. സെൻട്രൽ പോർഷൻ ഷിഫോണും ബോർഡേഴ്സിൽ ടോപ്പിന്റെ അതേ ഫാബ്രിക് തന്നെ കൊടുത്തിട്ട് അതിൽ ഒരു ബ്രഷ് പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുക. അങ്ങനെ വരും ദുപ്പട്ട വന്നിട്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ. യോക്കിൽ വന്നിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ പാച്ച് വർക്ക് കൊടുത്തേക്കുന്നു. കോട്ടൺ ബോട്ടം. ഇത് അടുത്ത ഷെയ്ഡ് നമ്മുടെ ഒരു വാട്ടർമെലോൺ റെഡ് പോലെ നിൽക്കുന്ന ഷെയ്ഡ്. നല്ല ഭംഗിയുള്ളൊരു, അതായത് സമ്മർ സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്യുവർ കൂടുതലായിട്ട്, അതായത് ഇതിൽ കുറച്ചുകൂടെ പ്യുവർ കണ്ടന്റ് കൂടുതലാണ്. അപ്പം വാഷ് ചെയ്യുമ്പം ഷ്രിങ്കേജ് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ ലൂസ് ആക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പം കുറച്ചും കൂടെ ചുരുങ്ങി വരും. ഈ ഒരു ഫാബ്രിക് വന്നിട്ട് ഇത് കുറച്ചുകൂടെ പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിട്ട് ബോർഡേഴ്സും തിക്കായിട്ട് ആ ഒരു കോട്ടൺ പാച്ച് വർക്ക് ചെയ്തിട്ട് സെൻട്രൽ വരുമ്പം ഷിഫോൺ ബ്ലോക്ക് പ്രിന്റും ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1440 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. അതായത് കുറച്ചുകൂടെ പ്യുവർ കണ്ടന്റ് ആയതുകൊണ്ടാണ് ഭയങ്കര കംഫർട്ടബിൾ വരുന്നത്. ആൻഡ് പാറ്റേൺ വൈസ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ബ്ലോക്ക് പ്രിന്റും അതിൽ ചെറിയ ചെറിയ ഹെക്കോബ സ്റ്റൈൽ കട്ട് വർക്കും. ദുപ്പട്ടയാണെങ്കിലും കുറച്ചുകൂടി ഒരു വെറൈറ്റി പാറ്റേണിലാണ്. ഷിഫോണും കോട്ടണും കൂടെ ബ്ലെൻഡഡ് ആയിട്ടാണ് വരുന്നത്. കോട്ടൺ ബോട്ടും ആണ് ഇതിൽ പെയർ ചെയ്തത്. കോട്ടൺ എന്ന് പറഞ്ഞാൽ ലിനൻ കോട്ടൺ ആണ്. അതായത് കോട്ടണേക്കാളും കട്ടിയുള്ള ഫാബ്രിക് ആണ്. സോ ലൂസായിട്ടൊക്കെ ബോട്ടം, അതായത് പല്ലാസോ സ്റ്റൈലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണം ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് അങ്ങനത്തെ ബോട്ടം വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഇത്രയും കളേഴ്സേ ഉള്ളൂ, 4 കളേഴ്സ്. റേറ്റ് 1440 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.